ഈ ജന്മത്തിൽ നിന്റെ ചേട്ടന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല, നിന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല. എടി അത് എന്റെ നല്ല നമ്മുടെ കല്യാണം എന്ന് പറയടി. ആ അത് തന്നെ. ഇനി നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ എനിക്ക് വട്ടൊന്നുമില്ല. 4 കൊല്ലോണ് ഞാൻ നിനക്ക് വേണ്ടി തൊലച്ചത്. എന്തായാലും ഇത്രയും കാലം വെയിറ്റ് ചെയ്തില്ലേ, എനിക്ക് കുറച്ച് സവാശം കൂടെ താടി. ഇത് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. എന്റെ വീട്ടുകാരോട് ഉറഞ്ഞു തുള്ളി നിൽക്കുകയാണ്. ഞാൻ കെട്ടിയാലേ എന്റെ അനിയത്തിക്ക് കെട്ടാൻ പറ്റൂ. എന്തായാലും 3 മാസത്തിനുള്ളിൽ എന്റെ കല്യാണം ഉറപ്പിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്റെ വീട്ടുകാരടുത്ത് ഒരാഴ്ചക്കുള്ളിൽ എന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ പറ. ഇല്ലെങ്കിൽ നീ എന്നെ മറന്നേക്ക്. ആര്യേ ആ മുതുകാലം ഇങ്ങനെ കെട്ടാതെ എന്റെ വീട്ടിൽ മരം പോലെ നിൽക്കുമ്പോ ഈ കാര്യം ഞാൻ എങ്ങനെ പറയും ദൈവമേ. ഹലോ ഹലോ, ശരത്താണേ. ഡേയ്, എന്റെ രണ്ടാമത്തെ കൊച്ചിന്റെ 1ാം പിറന്നാളാണേ. നീ ഫാമിലി ആയിട്ട് വരണേ. രണ്ടാമത്തെ കൊച്ചുപോയാ? ഫാമിലി ആയിട്ട് വരാ. എന്താച്ചാ നിന്റെ അനിയ ഒരു പെണ്ണിനെ പ്രേമിക്കണം. നാണം ഉണ്ടല്ലോ നിനക്ക്. സ്വന്തം ചേട്ടൻ എങ്ങനെ കെട്ടാതെ പെരാഞ്ഞ് നിൽക്കുമ്പോ നിനക്ക് ഇങ്ങനെ വന്ന് പറയാൻ? അച്ഛാ, നിങ്ങൾക്കാണ് ഞാൻ ഇളയ മോനും കുഞ്ഞു ആവയൊക്കെ. എനിക്ക് 10-30 വയസ്സായി. പെണ്ണിട്ടുള്ള പ്രായമായി. എനിക്ക് അവളെ കെട്ടിയാ മതി. എടാ, ഇപ്പോഴേ അവന് പെണ്ണ് കിട്ടിയിട്ടില്ല. നീയും കൂടെ കെട്ടിയിട്ട് വന്നാൽ അവന് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർ വിചാരിക്കും. പിന്നെ അവന് ജന്മത്തിൽ പെണ്ണ് കിട്ടൂല. അമ്മ പാവം എൻ്റെ പിള്ളേരെ മോഹം നോക്കടാ. നീ കല്യാണം കഴിഞ്ഞ് അവരുടെ കൂടെ കൊഞ്ചു കുഴഞ്ഞ് നടക്കണത് കാണുമ്പോൾ അവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ആലോചിക്കാൻ എനിക്ക് സൗകര്യമില്ല. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കിട്ടാത്ത പെണ്ണല്ലേ അവൻ ഇനി കിട്ടാൻ പോണത്. എന്റെ പൊന്നോ, ഇനി ഞാൻ കെട്ടിയില്ലെങ്കിൽ ഇവനെ പോലെ പുറകെ നടന്ന് നിന്ന് പോവേ ഉള്ളൂ. എന്താ നീ എന്താ പറഞ്ഞത്? അവന്റെ കോപ്പിയിലൊരു പ്രേമം. അച്ഛാ, അമ്മ, യാതൊരു കാരണവശാലും ഇവൻ പറഞ്ഞെടുത്ത് സംസാരിക്കാൻ പോരുത്. ചേട്ടനായ ഞാൻ ഈ വീട്ടിൽ ഉള്ളപ്പോ നീ പെണ്ണ് കെട്ടിക്കൊണ്ട് പറഞ്ഞ എനിക്കൊന്ന് കാണണം. അപ്പൊ ശരി, ഗുഡ് ബൈ. പോലടി, എന്റെ ചേട്ടൻ നിന്റെ ഇത്രയും കാര്യങ്ങൾ വശമാക്കുന്നു ഞാൻ അറിഞ്ഞ. നീ എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞ. ഇത്രയും കാലം നിന്റെ ചേട്ടന്റെ കല്യാണം നടക്കാത്ത എന്തെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി കുട്ടികൾക്ക് തമ്മിൽ എന്തെങ്കിലും തനിച്ച് സംസാരിക്കണമെങ്കിൽ സംസാരിക്കട്ടെ. കുട്ടി ഇപ്പം എന്ത് ചെയ്യുന്നു? ചേട്ടന് എപ്പോഴും തുമ്മലുണ്ടാവുമോ? അങ്ങനെയല്ല. അപ്പൊ അതാണ് പ്രശ്നം. പിന്നെ നീയും ചേട്ടൻ ഇങ്ങനെ ഉടക്കി നിന്നാലേ നമ്മുടെ കല്യാണം നടക്കാനേ പോണില്ല. അതുകൊണ്ട് നീ ചേട്ടനോട്ട് എങ്ങനെയെങ്കിലും അടുക്കാൻ നോക്ക്. ഈ 2 മാസത്തിനുള്ളിൽ അങ്ങനെ കിട്ടിയില്ലെങ്കിലേ നമ്മളെ കെട്ടി നടക്കൂല. ഇന്നലെ കൂടെ അഭിലാഷ് നല്ലൊരു ആലോചന കൊണ്ടുവന്നു. ഇവ മെഡിക്കൽ റെപ്പായതുകൊണ്ട് അവർക്ക് വലിയ താല്പര്യമില്ലെന്ന്. ഇളയവൻ ആലോചിക്കട്ടെ എന്ന് ചോദിക്കുന്നു. അതെങ്ങനെ ശരിയാവും? മൂത്തവന്റെ ഒന്നും ശരിയായില്ലല്ലേ ഇളയവന്റെ ആലോചിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ചേട്ടായിരിക്കുമ്പോ അനിയൻ മതി എന്ന് പറഞ്ഞാ? ഇമാതിരി ഊള വർത്തമാനം എന്റെ മുമ്പ് വെച്ച് പറയരുതെന്ന് ഞാൻ ഇതിനു മുമ്പും പലതവണ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തരടുത്ത് പറഞ്ഞു എടുക്കണോണ്ടാ എനിക്ക് നല്ലൊരു ആലോചന വരാത്തത്. നീ എന്തിനാടാ ഇങ്ങനെ ചാടുന്നത്? ഞങ്ങളുടെ വിഷമം കൊണ്ട് പറഞ്ഞു പോണതല്ലേ. പിന്നെ ചാടാതെ. എന്റെ ചേട്ടൻ എന്താണ് ഒരു കുറവ്? പഠിപ്പില്ലേ, ഗ്ലാമർ ഇല്ലേ, അന്തസ്സുള്ളൊരു ജോലിയില്ലേ, സ്വഭാവമില്ലേ? കുറെ കിഴങ്ങ് നാട്ടുകാർ എനിക്ക് IT ജോലിയാണെന്ന് പറഞ്ഞിട്ടല്ലേ ഈ ആലോചനയൊക്കെ എനിക്ക് കൊണ്ടുവരുന്നത്. എന്നെക്കാളും സാലറി കൂടുതൽ ചേട്ടനാണെന്ന് അമ്മയ്ക്കെങ്കിലും പറഞ്ഞൂടെ അമ്മ? നീ പറയണതൊക്കെ ശരി തന്നെടാ, പക്ഷെ ഇവന് പെണ്ണ് കിട്ടുന്നില്ലല്ലോ. അമ്മ, ഈ പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറയാതെ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അന്ന് എന്നെ ശേഖരൻ മാമന്റെ മോളുമായിട്ട് നമ്മളെല്ലാം ഉറപ്പിച്ചതല്ലേ, അതെന്തുകൊണ്ടാണ് മുടങ്ങിയത്? അപ്പോ തെക്കേപ്പറമ്പിൽ ബാലചന്ദ്രന്റെയും ജയന്തിയുടെയും മകൻ ജയറാമും കിഴക്കേടത്ത് രാമനുണ്ണിയുടെയും സുലോചനയുടെയും മകൾ മീരയും തമ്മിലുള്ള വിവാഹം ഈ വരുന്ന ചിങ്ങം 17 രാവിലെ 10-നും 10:30-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. ദുശകുനമാണല്ലോ, ഈ കല്യാണം നടക്കില്ല.
അപ്പൊ ഈ കല്യാണം മുടങ്ങി. കണ്ട കണ്ട, ഈ നശിച്ച തുമ്മലാണ് സകല പ്രശ്നത്തിലുള്ള കാരണം. അമ്മ, നമുക്ക് എങ്ങനെയെങ്കിലും ഇവന്റെ ഈ തുമ്മൽ മാറ്റിയിട്ട് ആ ആലോചന ഒന്നുകൂടി നോക്കിയാൽ. അതിന് അവർ സമ്മതിക്കുമോ? ഡാഡി, ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് നമുക്ക് അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞ് കൺവിൻസ് ചെയ്യാം. അവരല്ലടാ, ആ പെണ്ണിന്റെ ഭർത്താവും പിള്ളേരും സമ്മതിക്കുമെന്നാണ് ചോദിച്ചത്. നമ്മൾ കുറച്ച് ലേറ്റായി പോയില്ലേ? സാരമില്ല, നമുക്കെന്തായാലും ഇവന്റെ തുമ്മലിനുള്ള ഒരു പരിഹാരം ആദ്യം കണ്ടുപിടിക്കാം. ഈ തുമ്മൽ തുടങ്ങിയിട്ട് ഇപ്പം എത്ര നാളായി? ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് തുമ്മുന്നുണ്ട് ഡോക്ടറെ. രാത്രി ആയി കഴിഞ്ഞാൽ ഒടുക്കത്തെ ചുമ. അപ്പം ഇത്ര നാളായിട്ട് വേറെ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ലേ? അല്ല, ചെറുതിലെ തുമ്മൽ വരുമ്പം വല്ല മെഡിസിൻ കൊടുത്ത് കഴിയും. പിന്നെ സ്ഥിരമായിട്ട് തുമ്മാൻ തുടങ്ങിയപ്പം എനിക്കതൊരു ശീലമായി. അതൊന്നുമല്ല ഡോക്ടറെ, മെഡിക്കൽ റെപ്പാണ്. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ സ്വന്തം ചികിത്സ, അതാണ് പ്രശ്നം. സ്വയം ചികിത്സ അത്ര നല്ല കാര്യമല്ല. ആക്ച്വലി ഈ തുമ്മലേ അത്ര നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല കേട്ടോ. പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാലേ ഭാവിയിൽ ആസ്മയും അതുപോലെ സിവിയർ ആയിട്ടുള്ള ചുമയ്ക്കൊക്കെ കാരണമാവും. അയ്യോ, ഇതിപ്പോ ചേട്ടൻ എന്തുകൊണ്ടായിരിക്കും ഡോക്ടറെ ഇങ്ങനെ? അതിപ്പോൾ പലർക്കും പല റീസൺ കൊണ്ട് തുമ്മൽ വരാം. ഫോർ എക്സാമ്പിൾ ഈ ഡസ്റ്റ്, പുക, ഫംഗസ്, പിന്നെ ഈ പെറ്റ്സിൻ്റെ ഹെയർ, ചിലർക്ക് ഈ ഹൗസ് ഡസ്റ്റ് മൈറ്റ് ഇല്ലേ, അതായത് ഈ ചെള്ളെന്ന് പറയും, അത് കാരണം തുമ്മൽ വരാം. ഇവിടെ ഐറസ് ഹോസ്പിറ്റലിൽ നിങ്ങളുടെ അലർജിയുടെ എക്സാക്ട് റീസൺ നമ്മൾ നോക്കി ആ ഇഷ്യൂ നമ്മൾ ട്രീറ്റ് ചെയ്യും. എന്തായാലും ജയറാമിന്ന് ബ്ലഡ് സാമ്പിൾ കൊടുത്തിട്ട് പോകും. പിന്നെ ആസ്മയുടെ റീസൺ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് കൂടെ ചെയ്ത് നോക്കാം. ശരി ഡോക്ടർ. ഇതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഫർദർ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം തൽക്കാലം തുമ്മൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടേ ഞാൻ ഒരു നേസൽ സ്പ്രേ എഴുതിയിട്ടുണ്ട്. ഡോക്ടറെ, ഇപ്പൊ അമ്മയ്ക്കും ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ചെറുതായിട്ട് ഈ ശരീരത്തിലൊരു തടിപ്പ് പോലെയൊക്കെ വരുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അത് ചിലപ്പോൾ ഫുഡ് അലർജി ആവാം, ചിലപ്പോൾ സ്കിൻ അലർജി ആവാം, ചിലപ്പോൾ ചില മെഡിസിൻസിൽ അലർജി ഉണ്ടോ, അങ്ങനെ വരാം. ഐറസിൽ എന്ത് ടൈപ്പ് അലർജി ആണെങ്കിലും അതിന് സൊല്യൂഷൻ ഉണ്ട്. ഒരു ദിവസം അമ്മ ഇങ്ങോട്ട് കൊണ്ടുപോകാം. ശരി ഡോക്ടർ, എന്നാ താങ്ക് യു. ചേട്ടാ ചേട്ടാ, എന്ത്? നമുക്കിപ്പോൾ എന്തായാലും തുമ്മലിനുള്ള സൊല്യൂഷൻ കിട്ടി. ആ, ഇനി വേണ്ടത് ഒരു അടിമുടി ഗെറ്റപ്പ് ചേഞ്ചാണ്. അതെങ്ങനെ? അത് നമുക്ക് സെറ്റാക്കാം. എന്നാലും അടുത്ത ആഴ്ച തൊട്ട് പെണ്ണുകളിൽ പോകുമ്പോൾ പെണ്ണുങ്ങളൊക്കെ നമുക്കൊന്നും ഇഷ്ടപ്പെടുകയുള്ളൂ. ഈ അമ്മാവൻ ടൈപ്പ് ഡ്രസ്സൊക്കെ മാറ്റണം കേട്ടോ. പെണ്ണാണാൻ പോയിട്ട് എന്തായി? പെണ്ണാണാൻ പോയിട്ട് എന്തായി? വല്ല നടക്കുമെന്ന്? അത് നടന്നില്ലെങ്കിൽ ഞാൻ നടത്തും. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ സകല മാട്രിമോണിയൽ സൈറ്റിലും ചേട്ടന് പ്രീമിയം മെമ്പർഷിപ്പ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. മിനിമം ഒരു 100 റിക്വസ്റ്റ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെന്ത്? നീ ഇത് ഏത് കാലത്ത് ജീവിക്കുന്നത്? എടാ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതല്ലേ ചെയ്യുന്നത്, എന്നിട്ട് വല്ല നടന്നാ? അല്ല, അത് നീ ഇനി ഞാൻ പറയണ പോലെ ചെയ്താൽ മതി. ഇതൊന്ന് പിടിച്ചേ. എൻ്റെ ചേട്ടാ എത്ര കാലം ബൈക്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കറങ്ങും? കൂടെ കെട്ടിപ്പിടിച്ച് കറങ്ങാൻ ഒരാൾ കൂടെ വേണ്ടേ? ബീച്ചിൽ ഇങ്ങനെ കൈ പിടിച്ച് നടക്കാനും, കഫേയിൽ ഒരു ജ്യൂസിൽ 2 സ്ട്രോ ഇട്ട് കുടിക്കാനും, തിയേറ്ററിൽ കോർണർ സീറ്റിൽ ഒന്നിച്ചിരുന്ന് സിനിമ കാണാനും ഒക്കെ ഒരാൾ വേണ്ടേ? വേണം വേണം. എന്നാൽ ഈ ഡേറ്റിംഗ് ആപ്പിൽ 1ഉം 2ഉം അല്ല, അതുപോലത്തെ 1000 പെണ്ണുങ്ങളെ കിട്ടും. ചേട്ടൻ അതിൽ നിന്ന് ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യുന്നു, മെസ്സേജ് ചെയ്യുന്നു, കാണുന്നു, ഡേറ്റ് ചെയ്യുന്നു. പിന്നെ എന്തൊക്കെയാണോ കള്ളൻ ഇവിടെ പട്ടിച്ചേട്ടാ. എടാ, രേണുക എന്ന് പറഞ്ഞൊരു കുട്ടി മെസ്സേജ് ചെയ്യണ്. കണ്ട കണ്ട കണ്ട, ആപ്പ് തുടങ്ങിയില്ല, അതിനു മുമ്പ് പെണ്ണുങ്ങളൊന്ന് ഇടിച്ചു കയറാൻ തുടങ്ങി. അയ്യോ കള്ളൻ, പൊളിക്കോട്ട്. നമുക്ക് മീറ്റ് ചെയ്യണ്ടേ? ചേട്ടൻ ഭയങ്കര സ്പീഡാണല്ലോ. എന്താ സ്പീഡ്? പേടിയുണ്ടോ?
അതൊക്കെ പോട്ടെ, രേണുവിക്ക് എന്താ കഴിക്കാൻ ഇഷ്ടം? എനിക്ക് ഏറ്റവും ഇഷ്ടം കുഴിമന്തിയാണ്. ചേട്ടന് ഏതാ ഇഷ്ടം? എനിക്ക് എല്ലുണ്ട. അയ്യോ, ഇതെങ്ങനെ പറ്റി? എനിക്ക് എള്ളുണ്ട ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടാ, ചേട്ടൻ പോയോ? കേൾക്കുന്നുണ്ട്. രേണുക പറ. രേണുക, ഞാനിവിടെ നിന്ന് ഇറങ്ങിയാണേ. കൃത്യം 10 മണിക്ക് ഞാൻ പാർക്കിൽ കാണും. എടാ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? എനിക്ക് നല്ല ടെൻഷനുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ മെയിൻ സാധനം മറന്നു. എന്തോ? ഈ കെട്ടിപ്പിടിച്ച് ബൈക്കിൽ പോകുമ്പോഴേ വെറുതെ പെറ്റി വരണ്ട, എൻജോയ്. നല്ല മന്തിയുടെ മണം. രേണുക, വീട്ടില് എന്തു പറഞ്ഞ ഇറങ്ങിയത്? വളരെ വേണ്ടപ്പെട്ട ഒരാളെ കാണാൻ പോണെന്നാ പറഞ്ഞേ. തിരിച്ചു പോകുമ്പോഴേ ക്യാബിനൊന്നും പോകണ്ട കേട്ടോ, ഞാൻ കൊണ്ടാക്കാം. അയ്യോ, ആരെങ്കിലും കാണൂലേ? ഇനി ആരെങ്കിലും കണ്ടാ കുഴപ്പമുണ്ടോ? ജയറാം ഒന്ന് കണ്ണടയ്ക്കോ? എന്തിന്? കണ്ണടയ്ക്ക്. ഇനി ഒന്ന് വാ തുറന്നേ. വാ തുറക്ക് ജയറാം. അയ്യോ, എല്ലുണ്ട എന്റെ രേണു. കൊള്ള, രാവിലെ ഇവിടെ നിന്ന് പോയിട്ട് ഇപ്പോഴാണല്ലേ തിരിച്ചു പറഞ്ഞത്. ഇനി ഞാൻ ചോദിക്കട്ടെ ഫസ്റ്റ് ഡേറ്റിന്റെ എക്സ്പീരിയൻസ്. ഇതെന്ത് ആകെപ്പാടെ വേർത്ത് കുളിച്ച് കണ്ണിലൊക്കെ ഒരു അവശത. കൊള്ള, ആദ്യത്തെ മാറി. അവന്റെ ഒടുക്കലത്തെ ഒരു ഡേറ്റിംഗ് ആപ്പ്. എന്തു പറ്റി? ഇനി ഇതിൽ കൂടുതൽ എന്തോ നടാ പറ്റാൻ മതി. ഇനി രേണു കഴിയും. അയ്യോ, ഇത് ഞാൻ ജയറാമിന് വേണ്ടി സ്പെഷ്യൽ ആക്കി ഉണ്ടാക്കിയതാണ്. മൊത്തം ജയറാം എന്നെ കഴിക്കണം. രേണു, എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇനി ഒരു 2 മണിക്കൂറത്തേക്ക് നീ ഒന്നും കാണൂലടാ പൊട്ട. എന്നാലും ചേട്ടാ, നീ എന്നെ ഒന്നും വിളിക്കാത്തത്? അലവലാതി, എന്റെ പേഴ്സ് വാച്ച് മതിയും വണ്ടി അടിച്ചോണ്ട് പോയി. ഇപ്പൊ മ്യൂസിയം പോലീസ് ആ കേസ് അന്വേഷിക്കുന്നു. ചേട്ടൻ ടെൻഷൻ ആവില്ലേ? എന്റെ വേറൊരു ഐഡിയ ഉണ്ട്. നീ പോരുത്. ഇനി നീ ഐഡിയ എങ്ങനെ പറഞ്ഞ് എന്റെ അടുത്ത് വന്നാ നിന്റെ തലമുണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും. കറക്റ്റ് ടൈമിങ്. ഹലോ, ഡേറ്റിംഗ് ആപ്പിൻ്റെ ഐഡിയ തേഞ്ഞടി. നിന്റെ വേറെ വല്ല ഐഡിയ ഉണ്ടോ? ഞാൻ വേറൊരു കാര്യം പറയാനാണ് വിളിച്ചത്. കല്യാണം ഉറപ്പിച്ചു. അടുത്ത 2 ആഴ്ചയിൽ എൻ്റെ എൻഗേജ്മെൻറ്റാണ്. എടി, ഞാൻ ചുമ്മാ തമാശ കളിക്കാൻ പറ്റിയ മാനസികാവസ്ഥയില്ലല്ലോ. നീ വച്ചിട്ട് പോ. നീ പറ്റുമെങ്കിൽ വിശ്വസിക്ക്. എന്നിട്ട് നീ സമ്മതിച്ചാ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ജീവിതകാലം മുഴുവൻ നിന്നെ വിശ്വസിച്ച് എന്റെ ജീവിതം തൊലയ്ക്കണോ? ശരിക്കും നിന്നെ പോലെ നട്ടലില്ലാത്തവന്മാരൊന്നും പ്രേമിക്കാൻ പോവരുത്. നീ നിന്റെ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് ഒന്ന് ഇവിടെ വരെ ഒന്ന് സംസാരിപ്പിക്കാൻ നിനക്ക് പറ്റില്ലല്ലോ. നിന്നെ ഞാൻ ഇനിയും വിശ്വസിക്കണോ? നീ നിന്റെ ചേട്ടനെ കെട്ടിച്ച് സൗകര്യം പോലെ ആരെന്ന് വെച്ച് കെട്ടിക്കോ. എന്നെ വിട്ടേക്ക്. എടി, എടാ,
നീ വേറെന്തോ ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്തോ ആയിരുന്നു? ഇറങ്ങിപ്പോടാ. നിനക്കെന്റെ ജീവിതം തുളച്ചപ്പോ സന്തോഷമായില്ലല്ലേ? എന്നിട്ട് അവൻ പെണ്ണ് കെട്ടാൻ നടക്കുന്നു. നിനക്ക് ഈ ജന്മത്ത് പെണ്ണ് കിട്ടൂല. എടാ നീ എന്തോന്നൊക്കെ ഈ പറയണം? നീ സന്തോഷിച്ചു, നല്ലോണം സന്തോഷിച്ചു. എന്റെ ജീവിതം തുലഞ്ഞു കാണണമെന്നായിരുന്നല്ലോ നിനക്ക്, അതിപ്പോ നടന്നു കിട്ടിയില്ലേ? എടാ ആര്യയുടെ എൻഗേജ്മെന്റ് ആണ് അടുത്ത ആഴ്ച. നിന്റെ കല്യാണം ഇത്രയും കാലം നടക്കാത്തതിന്റെ കാരണം ആരെന്നാണ് നിന്റെ വിചാരം? അത് നീ മാത്രമാണ്. എടാ 25ാമത്തെ വയസ്സിൽ നിനക്ക് നല്ല ആലോചനകൾ വന്നില്ലേ? അന്നൊക്കെ നിനക്ക് പെണ്ണിന്റെ ചന്തീര താഴെ വരെ മുടി വേണം, കളർ വേണം, എന്തൊക്കെയായിരുന്നു. ഇപ്പൊ നിന്റെ മുടി പോയപ്പോ നിനക്ക് ഏത് പെണ്ണ് വന്നാലും ഒരു കുഴപ്പമില്ല. ഞാൻ ഇത്രയും നാളുവേ നിന്റെ കല്യാണം നടത്താൻ വേണ്ടി കഷ്ടപ്പെട്ടതൊക്കെ അത് നിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല, എന്റെ കല്യാണം നടക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇനിയിപ്പോ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നല്ല വല്ലതും ഉണ്ടോ? എവിടുന്ന്? ഇത് മുഴുവനും നേരത്തെ റിപ്പീറ്റ് പരസ്യങ്ങളാണ്. ഇവരെയൊക്കെ നമ്മൾ നേരത്തെ വിളിച്ചിട്ടുണ്ട്. ഓ, ആ മാട്രിമോണി സൈറ്റിൽ നിന്നായിരിക്കും. ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് തന്നില്ലെങ്കിൽ റിന്യൂവലിന് കറക്റ്റായിട്ട് അവന്മാർ വിളിച്ചോളൂ. ഞാൻ അതിന് നോക്കാം. ചേട്ടാ, ഇത് അഭിലാഷ. ആ പറവനെ ആണോ? ആ ശരി 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 മോനെ, ശരി, ഓക്കെ. എന്തുവാടി? നമ്മൾ കവടിയാറിൽ പെണ്ണ് കാണാൻ പോയില്ലേ? അവർക്ക് ജയറാമിനെ ഇഷ്ടപ്പെട്ടെന്ന്, കല്യാണത്തിന് ഓക്കെ ആണെന്ന്. ശരിക്കും? ഓ ദൈവമേ, സന്തോഷമായി. നിൽക്കില്ല അവിടെ. നീ എന്ത് കാര്യമില്ല ഇപ്പൊ ഇവിടെ വിളിച്ചോ ഈ വീട്ടിൽ കയറി വന്നത്? ഞാൻ പിന്നെ എന്ത് ചെയ്യണോ വെച്ചാ? അല്ലെങ്കിൽ നിനക്ക് നിന്നെ പറ്റി മാത്രമല്ലേ വിചാരമുള്ളൂ. ദൈവം സഹായിച്ച് അവന് ഒരു ആലോചന ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇതറിഞ്ഞ അതും മുടങ്ങും. നീ ഒരിക്കലെങ്കിലും അവനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാടാ? അമ്മ, ഞാൻ തന്നെ ഇവരുടെ കല്യാണം നടത്തി കൊടുത്തത്. ചേട്ടൻ കെട്ടിയാലേ അനിയൻ കെട്ടാവുന്ന നിയമമൊന്നുമില്ലല്ലോ. ഇനിയിപ്പം ഞാൻ കാരണം ഇവന്റെ ജീവിതം കൂടെ തൊലയണ്ട. നീ ഇതെന്തറിഞ്ഞിട്ടാണ്? നീ ഇതൊക്കെ അറിഞ്ഞാൽ നാട്ടുകാർ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കും? നിനക്ക് വല്ല ബോധമുണ്ടോ? നാട്ടുകാരടുത്ത് പോകാൻ പറയാച്ച. 50 വയസ്സായിട്ട് എനിക്ക് പെണ്ണ് കിട്ടിയില്ലെങ്കിൽ ഇവനും അതുവരെ കെട്ടാതെ വെയിറ്റ് ചെയ്യണം. അവൻ മാനിയായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞതല്ലേ ആര്യയുടെ വീട്ടിൽ പോയി സംസാരിക്കാൻ? അന്ന് നിങ്ങൾ കേട്ടില്ലല്ലോ. എൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വെച്ച് ഞാനും അതിന് കൂട്ടുനിന്നില്ല. ഇന്നിപ്പോൾ ഞാൻ ഇവരുടെ കല്യാണം നടത്തി കൊടുത്തില്ലായിരുന്നെങ്കിലേ ജീവിതകാലം മുഴുവൻ ഇവർ രണ്ടുപേരും നമ്മളെ പ്രാഗിയാണ്. എനിക്ക് പെണ്ണ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇവരൊരുമിക്കില്ലെന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ്? എടാ, നീ എന്തൊക്കെ ന്യായീകരിച്ചാലും ഒരു പെണ്ണിനെ എങ്ങനെ ഇറക്കി കൊണ്ടുവരുന്നത് ശരിയാണോ? മോള് തന്നെ പറ, നിന്റെ അച്ഛനും അമ്മയ്ക്ക് ഇത് താങ്ങാൻ പറ്റുമോ? അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞങ്ങൾ എന്തോ പറഞ്ഞെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഈ കല്യാണം അന്തസ്സായിട്ട് നടത്തി തരൂലായിരുന്നാ? അമ്മ ഇപ്പൊ എന്തോന്ന് പറഞ്ഞേ? എടാ, ഇതാ അമ്മ പറഞ്ഞ കേട്ടല്ല, അമ്മ കല്യാണം നടത്തി തരാന്ന്. ഞാൻ നിന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞില്ലേടാ അമ്മ സമ്മതിക്കുമെന്ന്. അച്ഛാ, അമ്മ നിങ്ങൾ BP കേട്ടണ്ട, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ ചേട്ടൻ്റെ ഒരു നമ്പറായിരുന്നു. നിങ്ങൾ രണ്ടുപേരും വേറൊന്നും വിചാരിക്കരുത്. എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഈ കല്യാണം നടത്താൻ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ആ, ഇനി രണ്ടുപേരും ഒന്നും പറയണ്ട. നാളെ തന്നെ നമ്മൾ ആര്യയുടെ വീട്ടിൽ പോകുന്നു, സംസാരിക്കുന്നു. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് രണ്ടുപേരുടെയും കല്യാണം ഒറ്റ ദിവസം നടത്താം. എന്താ? എത്ര നല്ല ആലോചന വന്നാലും മൂത്തയാളുടെ വിവാഹം കഴിയുന്നതിന് മുമ്പ് ഇളയയാളെ കല്യാണം കഴിപ്പിക്കാൻ പല വീട്ടുകാരും മടിക്കാറുണ്ട്. പ്രത്യേകിച്ച് നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാർ വല്ലതും പറയും എന്നുള്ള ചിന്തയിലാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത്. ഇത്തരം സിറ്റുവേഷനിൽ പലപ്പോഴും പെട്ടുപോകുന്ന ഇളയ മക്കളാണ്. അവർക്ക് ഇഷ്ടമുള്ള ആളെ ചിലപ്പം കല്യാണം കഴിക്കാനും പറ്റില്ല. നല്ല ആലോചനകൾ വരുമ്പോൾ അതൊക്കെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അവരുടെ കല്യാണം വൈകി പോകാനും സാധ്യതയുണ്ട്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വീട്ടിലെ ചേട്ടനോ ചേച്ചിക്കോ എപ്പോൾ എക്സാക്ട്ലി കല്യാണം നടക്കുമെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇളയയാൾക്ക് മനസ്സിനങ്ങുന്ന നല്ല ആലോചനകൾ വരുന്നുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതുപോലെ മൂത്ത മക്കളും ഇത്തരം സിറ്റുവേഷനിൽ ഹാർട്ട് ഫീലിങ്സ് ഒക്കെ മാറ്റിവെച്ച് ഇളയയാളുടെ കല്യാണത്തെ പോസിറ്റീവായി കാണാൻ സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. മൂത്തയാളുടെ വിവാഹത്തിന് മുമ്പ് ഇളയയാളുടെ കല്യാണം നടത്തുന്നത് ശരിയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം സിറ്റുവേഷനിൽ പാരൻസ് ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കുക. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണാം. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയാണ് മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ. ഇതയം നൽകുന്ന Iris Hospital, where compassion meets innovation.